സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപുരസ്സരം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ചില ആഴ്ചകൾ തുടർമാനമായി കർത്താവിൻ്റെ സഭയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് പരിശോധിച്ച് വരികയായിരുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് ആവുന്നത്ര അത് ലളിതമാക്കി വിശദമായി പരിശോധിച്ചു. ഇന്നതിൻ്റെ സമാപനത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ആ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിശിഷ്ടമായ ഒരാലങ്കാരിക പേരാണ് മുന്തിരിത്തോട്ടം. നമ്മൾ തുടങ്ങിയത് ഏദൻ തോട്ടം മുതലാണ്. ഏദൻ തോട്ടം സൃഷ്ടിയുടെ ആരംഭവും ആദാം അവിടുത്തെ ആദ്യത്തെ കുടുംബവും, പിന്നീട് ആദാം അത് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം മറ്റൊരു പദ്ധതി കണ്ടുപിടിച്ച് അബ്രഹാമിൽ നിന്ന് ഒരു സമൂഹത്തെ, ഒരു പ്രത്യേക ജാതിയെ വാർത്തെടുത്തു. അതിൻ്റെ പേരായിരുന്നു ഇസ്രായേൽ. ഇസ്രായേലിന് മുന്തിരിത്തോട്ടം എന്ന് വിളിക്കാനിടയായി. അങ്ങനെ ചില എപ്പിസോഡുകൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു. എന്താണ് മുന്തിരിത്തോട്ടമെന്നും അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എല്ലാം കൂടി ഒറ്റ വാക്കിൽ പറയുന്നു, ദൈവത്തിന് ഏറ്റവും വിശിഷ്ടമായ ഒരു ആലങ്കാരിക പദം എന്ന പോലെ ഒരു പേരിട്ടതാണ് ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടം. ചില ആഴ്ചകളായിട്ട് സഭ എന്ന മുന്തിരിത്തോട്ടത്തെ പറ്റി നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:1 നമ്മൾ പോവുകയാണ്. വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മതി. യേശു പറഞ്ഞു, ഞാനൊരു മുന്തിരിവള്ളിയാണ്. സ്തോത്രം. പിതാവ് തോട്ടക്കാരനാണ്. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഞാനൊരു മുന്തിരിവള്ളിയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ വചനത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഭാര്യ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. നോക്കുക, ആ ആലങ്കാരിക പേര് തന്നെയല്ലോ യേശുവിനെ കുറിച്ച് താൻ തന്നെ പറയുന്നത്. സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ഈ സാക്ഷാൽ എന്ന പദപ്രയോഗം ബൈബിളിൽ പലയിടത്തും കാണാം. മനുഷ്യനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശുവിനെ പറ്റി പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കേട്ടു. ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന രസം പകരുന്നതാണ് മുന്തിരിവള്ളിയിൽ നിന്നുള്ള എസൻസ്. യഹൂദന്മാരുടെ ഫംഗ്ഷനിൽ, വിവാഹ വീട്ടിലൊക്കെ വിശേഷാൽ ഒരു പദാർത്ഥമായി സ്വീകരിച്ചു വന്നത് മുന്തിരിവള്ളിയുടെ ചാറാണ്, അല്ലെങ്കിൽ എസൻസാണ്. അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന സാധനം കൂടിയാണത്. പക്ഷെ അത് മദ്യമല്ല. ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കർത്താവ് പറഞ്ഞാൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഈ മുന്തിരിവള്ളിയാകുന്ന എന്നെ നട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിലാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി. പിതാവ് തോട്ടക്കാരനാണ്. വാക്യം 2, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഓക്കെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:1 മുതൽ 8 വരെ നിങ്ങൾ
ഈ കാര്യങ്ങളൊന്നും അല്പമെങ്കിലും ഓർമ്മ വെച്ചിട്ട് വായിച്ചു നോക്കണം. ആരും വായിച്ചു നോക്കണം. അവിടെ എന്തൊക്കെയുണ്ട്, ആരെല്ലാം ഉണ്ട്, അതെവിടെയാണ്, അതിൻ്റെ പേരെന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ബൈബിൾ അറിയാവുന്ന ധാരാളം അധർമതക്കാർ ലോകത്തുണ്ട്, ഭാരതത്തിലുമുണ്ട്. അതുപോരല്ലോ, അത് പാലിക്കണ്ടേ, അത് അംഗീകരിക്കണ്ടേ, അത് വിശ്വസിക്കണ്ടേ, അതനുസരിക്കണ്ടേ? വിശ്വാസം സമം അനുസരണം, വിശ്വാസം സമം സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. അങ്ങനെ ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. ഈ നിങ്ങൾ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞതാണ്. പക്ഷേ അത് പൊതുവിനും ബാധകമാണ്, പൊതുവിനും അറിയേണ്ടതാണ്, എല്ലാവരും പരിശോധിച്ച് ഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് 3-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അടുത്തത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. ഇതൊരു ജീവൽ ബന്ധമാണ്, മറ്റേത് ബന്ധത്തെ പോലെയല്ല. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നാലെ ചെല്ലുക എന്നുള്ളതാണ്. അനുകരിക്കുക എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. പക്ഷേ തമ്മിലൊരു ജീവൽ ബന്ധം അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടച്ചിങ് അതിനകത്തില്ല. ഇതോ ജീവൽ ബന്ധമാണ്. എന്നിൽ വസിക്കാത്തത് യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചു നിൽക്കുന്ന ഒരു കൊമ്പ്. സ്തോത്രം. ഞാനിതിങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് തെറ്റാതെ ശാന്തമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന നിങ്ങൾക്കിത് മനസ്സിലാകുന്നതിനും നിങ്ങളൊരു ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു 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 അടുപ്പമുണ്ടാകുവാൻ, ഒരു തിരുത്തുണ്ടാകുവാൻ വേണ്ടിയും കൂടിയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണിത് തമ്മിൽ ബന്ധിക്കാൻ കഴിയുന്നത്? അത് വലിയൊരു മർമ്മമാണ്, വലിയൊരു മർമ്മമാണ്. അത് പറച്ചിലല്ല, കേൾവിയല്ല, പുറകെ വരുന്നതല്ല, പിന്നെ അത് തമ്മിൽ ബഡ്ഡിങ്ങാണ്. ബഡ്ഡിങ്. യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ഞാൻ ബഡ്ഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നാണ് എൻ്റെ ജീവൻ വരുന്നത്? അതോ എവിടെ നിന്നാണ് എൻ്റെ ആത്മീക ജീവൻ്റെ ഉത്ഭവം? സ്തോത്രം. വെളിപ്പാട് പുസ്തകക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ വായിച്ച് സമയമെടുക്കുന്നില്ല. പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദിൻ്റെ വേരായവൻ. യേശുവിനെ പറ്റി പറയുന്നതാണ് ദാവീദിൻ്റെ വേര്. വായിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നത് എങ്ങനെയാണ് മനസ്സിലാകുക? ദാവീദിൻ്റെ കാലവും യേശു ഭൂമിയിൽ വന്ന കാലവും രണ്ടും രണ്ട് കാലഘട്ടമാണ്. ഈ യഹോവയുടെ സാക്ഷികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഈ അല്പത്വം മാത്രം അറിയാവുന്ന ആൾക്കാർ, ഞാൻ ആരെയും അഡ്രസ്സ് ചെയ്യുന്നില്ല, യേശുവിനെ നിസ്സാരവൽക്കരിച്ച് ഒരു മനുഷ്യൻ്റെ റോളിൽ കൊണ്ടു നിർത്തുന്ന അജ്ഞത, മൗഢ്യമായ ജ്ഞാനം എത്ര താണുപോകുന്നു. ദാവീദിൻ്റെ കാലത്തിൽ യേശു ഭൂമിയിലില്ലല്ലോ. ഞാനും പിതാവ് ഒന്നാകുന്നു യേശു പറഞ്ഞല്ലോ.
പിതാവേ, നീ എന്നിൽ ഞാൻ നിന്നിലുമാകുന്നു എന്ന് യേശു പറഞ്ഞല്ലോ. യേശു ദാവീദിൻ്റെ കാലത്ത് ഉണ്ടല്ലോ. മറിയയിൽ ജനിച്ചപ്പോൾ ഉണ്ടായതല്ലല്ലോ അത്. മറിയയിൽ ജനിച്ചത് ദൈവസ്വരൂപത്തിലിരിക്കുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, ആരും കാണാൻ കഴിയാത്തവനായ, ആരും കണ്ടിട്ടില്ലാത്തവനായ ഈ കർത്താവിന് ദൈവമായിട്ട് ലോകത്ത് വരാൻ കഴിയാഞ്ഞത് കൊണ്ടല്ലേ കാലങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ പറഞ്ഞു വെച്ചത്, ഏദൻ തോട്ടത്തിൽ ആദമനോട് യഹോവയായ ദൈവം പറഞ്ഞു വെച്ചത്. അങ്ങനെ സ്ത്രീയുടെ സന്തതിയായ ലോകത്തിൽ വന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതിക്കുമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെ വന്ന ഈ യേശുവിനെ ഒരു ആലങ്കാരിക പദമായി പറഞ്ഞ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ യേശു ഒരു വള്ളിയാണെന്നാണോ? അല്ലല്ലോ, അല്ലല്ലോ പ്രിയരെ. ഓർക്കുക, അവൻ ജീവൻ്റെ ഉത്ഭവമല്ലേ. അവൻ മുഖാന്തരം സകലം ഉളവായെന്ന് വചനത്തിലില്ലേ? ഉളവായത് ഒന്നും അവനെ കൂടെ ഉളവായതില്ലെന്നില്ലേ? അങ്ങനെയുള്ള ഈ കർത്താവിനെ ആണ് ഇവിടെ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഡ്യൂപ്ലി അല്ലെന്നർത്ഥം. അത് നല്ല നോട്ടിൻ്റെ ഇടയിലുള്ള കള്ളനോട്ടല്ലെന്നർത്ഥം. അങ്ങനെ അതിൽ നിന്ന് മാറ്റിവെക്കാൻ ഒന്നുമില്ല. സാക്ഷാൽ മുന്തിരിവള്ളി തന്നെ. ആ മുന്തിരിവള്ളിയായിരിക്കുന്ന കർത്താവിനോട് എന്നെ ബഡ് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ജനനത്തോടു കൂടെ അത് ആത്മീക മണ്ഡലത്തിൽ, മാർമികമായ വിധത്തിൽ, വചനങ്ങളുടെ സത്യത്തിൽ, വചനവും പരിശുദ്ധാത്മാവും കൂടെ എന്നെ വീണ്ടും ജനിപ്പിച്ച് മകനാക്കി മാറ്റിയപ്പോൾ ഇരുമ്പും കാന്തവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഈ രണ്ട് ജീവിതങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടു. ഞാനും യേശുവും തമ്മിൽ ബന്ധപ്പെട്ടു. അതാണ് എന്നിൽ കായ്ക്കാത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവിനോട് ഒട്ടിച്ചേർത്തിരിക്കുന്ന ഇതിനെ ഞാൻ 4 തരത്തിൽ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. 1, ഫലം കായ്ക്കുന്നത്. 2, അധിക ഫലം കായ്ക്കുന്നത്. 3, വളരെ ഫലം കായ്ക്കുന്നത്. 4, ഒരു ഫലവും കായ്ക്കാത്തത്. ഈ മുന്തിരിവള്ളിയോട് ബന്ധപ്പെട്ടിരുന്നാൽ ഫലം കായ്ക്കാതിരിക്കാൻ കഴിയുമോ? അങ്ങനെ ഫലം കായ്ക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അത് മുഖപക്ഷമല്ലേ? ഫലം കായ്ക്കാൻ കഴിയാതിരിക്കത്തില്ല. ഫലം കായ്ക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് കർത്താവിനോട് ബന്ധപ്പെട്ടിട്ടില്ല. ദൈവസഭയ്ക്കകത്ത് കയറി അടിഞ്ഞുകൂടി അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. യേശുവുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ എത്ര വലിയ മനുഷ്യനായാലും, വലിയ പുള്ളിയായാലും ശരി, എത്ര ചെറിയ മനുഷ്യനായാലും ശരി, യേശുവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഫലം കായ്ച്ചിരിക്കും. അതെങ്ങനെ? അധിക ഫലം കായ്ക്കേണ്ടതിനെന്ന് പറഞ്ഞാൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഫലം പോരാഞ്ഞിട്ട് ഒരു ചെടി കവാത്ത് ചെയ്യുന്നത് പോലെ ഇതിനെ വെടിപ്പാക്കും. അല്പം വേദനയ്ക്കൊക്കെ ചെയ്യാം എന്ന് വന്നേക്കാം. അത് വിശ്വാസത്തിൻ്റെ പരിശോധനയാകാം, അതൊരു പരീക്ഷയാകാം, വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമമാകാം. എന്തുവാകട്ടെ, ഫലം കായ്ക്കുന്നതിനെ അതാണ് ഫലം കായ്ക്കുന്നത്. കുറച്ച് ഫലം കായ്ക്കുന്നത്, അധിക ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ അധിക ഫലത്തിലേക്ക് പോയി ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്നു. 7ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അവിടെ കാണുന്നത്, 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി 8ാമത്തെ വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെടും. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള കൊതി കൊണ്ടാണെന്നേ, ദാഹം കൊണ്ടാണെന്നേ, വിശപ്പ് കൊണ്ടാണെന്നേ, എരിവ് കൊണ്ടാണെന്നേ, ഉത്സാഹം കൊണ്ടാണെന്നേ ഈ കഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നതല്ല, ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതല്ല, ഇതൊരു സ്റ്റുഡിയോയിൽ പ്രസംഗിക്കുന്നതാണ്. അവിടെ കേൾക്കാൻ ആളില്ല, അവിടെ സ്വതന്ത്രം പറയാൻ ആളില്ല. ഇതെല്ലാം ക്രമീകരിച്ച് ചെയ്തു വരുന്നതിന് ഒരുപാട് അധ്വാനം ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞത് ഫലം കായ്ക്കണം എന്നല്ല, കായ്ക്കും.
ചെടി ഏതാണോ ആ സ്വഭാവം അതിൽ കാണിക്കും. ദാവീദിൻ്റെ പേര് യേശുക്രിസ്തുവിലായിരുന്നപ്പോൾ അഥവാ ദൈവത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഫലം കായ്ച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ദാവീദ്. അതാണ് അവൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ ഫലം കായ്ക്കും, അതിൻ്റെ ഫലം കായ്ക്കും. ഒരു ചെടി എന്ത് ചെടിയാണോ ആ ചെടിയുടെ ഫലം കായ്ക്കും. അത് വേണ്ടെന്ന് പറഞ്ഞാലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും അതിനകത്ത് മുള്ളുണ്ടെന്ന് പറഞ്ഞാലും ചെടിക്ക് അത് വിഷയമേ അല്ല, അതിൻ്റെ സ്വഭാവം അതാണ്. യേശുവിനോട് ബന്ധപ്പെട്ടിരുന്നാൽ ഫലം കായ്ച്ചിരിക്കും. ഫലമൊന്നുമില്ലേ? ഇനി എന്താണ് ഫലമെന്ന് പറയാൻ ഇപ്പോൾ മുതിരുന്നില്ല. ഫലമൊന്നുമില്ലേ? നിശ്ചയമായും യേശുവിനോട് ബന്ധമില്ല. ആരായാലും ശരി, ദൈവത്തിനവിടെ യാതൊരു മുഖപക്ഷവും ഇല്ലല്ലോ, ഫലമില്ല. ഒരുത്തിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിലും വളരെ ഫലം കായ്ക്കും, ഉണ്ടോ? അപ്പോൾ എല്ലാ ചെടികൾക്കും അല്ലെങ്കിൽ ഒരു വിത്തിട്ടാൽ എല്ലാ വിത്തിനും ഒരേ ഇതായിരിക്കില്ല. 30, 60, 100 മേനിയൊക്കെ വിളയാലോ. ഇതുപോലെ കുറഞ്ഞ ഫലം ഉണ്ടാകാം, അധിക ഫലം ഉണ്ടാകാം, വളരെ ഫലം ഉണ്ടാകാം. 6-ാം വാക്യം മാത്രം വായിക്കുക. 6-ാം വാക്യം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നോക്കണം, എന്നിൽ വസിക്കാത്തവനെ തോട്ടത്തിനകത്ത് കൊള്ളത്തില്ല. ഇപ്പോൾ ആരുടെയെങ്കിലും കെയറോപ്പിലോ തണലിലോ താങ്ങിലോ ആ അനുകരണത്തിലോ ഇതിനകത്തായി എന്ന് വരാം. അധികം താമസിയാതെ ഇത് പുറത്തേക്കുള്ളതാണ്. പുറത്ത് കളയും 1, ഉണങ്ങിപ്പോകും 2, തീയിലിടും 3, വെന്തുപോകും 4. ഈ 4 കാര്യം സംഭവിക്കാമല്ലേ. അപ്പം ഞാൻ എങ്ങോട്ടാ എന്ന് ഈ കേൾവിയിലെങ്കിലും നിങ്ങളെ വിവേചിക്കണം, നിങ്ങളെ ശോധന ചെയ്യണം. ഞാൻ എങ്ങോട്ടാ? എൻ്റെ അന്ത്യം എവിടെയാ? എൻ്റെ സമാപനം എവിടെയാ? ഇന്ന് ഞാൻ ഭർത്താവ് പോകുന്നതിൻ്റെ പുറകെ പോയതാണോ? ഇന്ന് ഞാൻ അമ്മയപ്പനും പോയി എൻ്റെ പുറകെ പോയതാണോ? ഇന്ന് ഞാൻ ഭാര്യയുടെ കെയറോപ്പിൽ പോയതാണോ? നിനക്കധികം ആയുസ്സില്ല. ഈ നൈമിഷികമായ ലോകത്തിലെ ചപ്പും ചവറുമാകുന്ന ഈ അഗ്നിതടാകത്തിലേക്ക് വലിച്ചെറിയാൻ കൊള്ളാവുന്ന ഈ വേസ്റ്റിൻ്റെ കൂടെയാണോ ഇന്നും നീ ഉള്ളത്? പരിശോധിക്കുക. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിനകത്ത് കാലുകുത്താൻ നിന്നെ പറ്റത്തില്ല. തൽക്കാലം ഇങ്ങനെ ഇരുന്നാലും എന്നിൽ വസിക്കാത്തവനെ ഉണ്ടോ? അപ്പോൾ എന്താണ് കർത്താവ് നിർബന്ധം? എല്ലാവരും അവനിൽ വസിക്കണം. അവനിൽ വസിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഇടം തീക്കകത്തേക്കാണ്. ആ തീ നരകത്തീയാണ്. ആ തീ അഗ്നിതടാകമാണ്. ഒരിക്കൽ മരിച്ച് മൺമറിഞ്ഞ് നല്ല അടക്കം കിട്ടിയതായ, വളരെ സന്നാഹത്തോടുകൂടെ വളരെ ആഡംബരത്തോടുകൂടെ അടക്കം കിട്ടിയതായ ഒരു മനുഷ്യനെക്കുറിച്ച് യേശുവിൻ്റെ പ്രസ്താവനയിൽ ലൂക്കോസ് 16 പറഞ്ഞിട്ടുണ്ട്. മരിച്ച് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ മേലോട്ട് നോക്കാൻ കാരണം അവൻ ആ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പോൾ അവൻ മേലോട്ട് നോക്കി പരിചയമുള്ള ഒരാളെ അവിടെ കണ്ടു. അത് ലാസറാണ്. ലാസർ മുകളിൽ അബ്രഹാമിനെ ആശ്വസിക്കുകയാണ്. ഇവൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണതിന് അവനെ അയക്കണമേ. അവിടെ നിന്ന് കഠിനമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേങ്കിൽ ഒന്ന് പറഞ്ഞു, മകനെ, നീ നിൻ്റെ ആയുസ്സിൽ എങ്ങനെ ജീവിച്ചുവോ അതിനൊത്ത് നിനക്ക് കിട്ടി. ഇവനും അവൻ്റെ ആയുസ്സിൽ എങ്ങനെ ജീവിച്ചുവോ അതിനൊത്ത് അവനും കിട്ടി. അത്രയുമല്ല, നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഒക്കത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും ഒക്കത്തില്ല. സമയം കഴിഞ്ഞു പോയി എന്നർത്ഥം, കാലം കഴിഞ്ഞു പോയി എന്നർത്ഥം. ഇപ്പം നമ്മൾ വിചാരിക്കുക, ആ ധനവാന് വേണ്ടി വർഷം തോറും
ശ്രാദ്ധം കഴിക്കുകയോ പിന്നെ അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതുപോലെയുള്ള കർമ്മങ്ങൾ പലതും നിവർത്തിക്കുകയോ ചെയ്യുന്നതൊക്കെ നമ്മൾ വിചാരിച്ച് നോക്കുക. പക്ഷേ എത്ര കാലം കഴിഞ്ഞിട്ടും അവൻ പിന്നെ അവിടെ തന്നെ കിടക്കുന്നു. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ 15 വർഷം 20 വർഷമൊക്കെ ആയല്ലോ തുടങ്ങിയിട്ടത്, 25 30 35 50 വർഷമൊക്കെ ആവാനായല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ അവിടെ നിന്ന് മാറിയോ? കേൾവിക്കാർക്ക് മനസ്സിലാകാനും കൊണ്ടുപോയില്ല. ഞാൻ നിങ്ങളിനി ഒരു 50 കൊല്ലം കൂടെ ഇതിൽ കർമ്മം കഴിച്ചാലും ആ കക്ഷി അവിടെ നിന്ന് മാറില്ല. കാരണം ഇത്രയും കാലം കഴിച്ചിട്ട് മാറിയില്ല എന്നുള്ളത് നിങ്ങളുടെ തന്നെ തെളിവാണല്ലോ. മാറിയായിരുന്നെങ്കിൽ നിർത്തണ്ടേ. ഇനി ദൈവസഭയിൽ ഒരാൾ മരിച്ച് അടക്കപ്പെട്ടു എന്നിരിക്കട്ടെ, പിന്നീട് ആ ആൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പ്രയോജനമില്ല, അപ്രയോജനമാണത്, നിഷ്ഫലമാണത്. അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യവുമില്ല. അത്രയും ബുദ്ധിശൂന്യത ആർക്കാണ് വേണ്ടത്? ഇതാർക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് ഗുണമുണ്ട് കേട്ടോ. വിട്ടേക്കാം, കേസ് വിട്ടേക്കാം. ഇത് കേട്ടിട്ട് നിങ്ങൾ വിഷമിച്ചൊരു കാര്യമൊന്നുമില്ല. സത്യം പറയാതിരിക്കാൻ ഒക്കത്തില്ലാത്തതുകൊണ്ട് പറയുന്നത്, സത്യം മാത്രം പറയുന്നത്. എന്നിൽ വസിക്കാത്തവൻ തീക്കകത്തേക്ക് പോകണം, എന്നിൽ വസിക്കുന്നവനിൽ ഫലം കാണണം, എന്നിൽ വസിക്കുന്നവനിൽ ഫലമുണ്ടാകും. അത് ഈ വള്ളിയിൽ നിന്ന് പോകുന്ന രസം ആ കൊമ്പിലുണ്ട്. സ്തോത്രം മനസ്സോടെ പറയാൻ ഒരുത്തം തുടങ്ങിയാൽ അത് ആ വള്ളിയിൽ നിന്ന് വരുന്ന രസമാണ്. ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാൽ, ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ തുടങ്ങിയാൽ, ദൈവമക്കളെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയാൽ അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് ആ കൊമ്പുമായിട്ട് ബന്ധമുണ്ട്, യേശു എന്ന ആ വള്ളിയുമായിട്ട് ബന്ധമുണ്ട്. അതിലോട്ട് ടച്ചായിട്ട് നിൽക്കുകയാണിത്. അവിടെ നിന്ന് രസം വരുന്നുള്ളൂ ഇതിലേക്ക്. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ആ ഭാഗത്തിൻ്റെ പ്രധാന കാര്യം ഇതായിരുന്നു: യേശുവായിട്ടുള്ള ജീവൽ ബന്ധമായതുകൊണ്ട് ഒട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന രസം കൊണ്ട് ഇല, പൂവ്, കായ്, ഫലം കണ്ടല്ലോ, കേട്ടല്ലോ. സ്തോത്രം. ഇനി ഫലം എന്താണെന്നറിയാൻ പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് ഓർമ്മ കിട്ടിയാൽ, അവസരം കിട്ടിയാൽ ഞാൻ പറയുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 27 മുതൽ 29 വരെ വായിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 26-ന്റെ 27 മുതൽ 29 വരെ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ അനുഭവത്തിൽ നിന്ന്, മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. യേശു ആദ്യമായി സ്ഥാപിച്ച് ചെയ്തു കാണിച്ച ആ തിരുവത്താഴ ശുശ്രൂഷ, അല്ലെങ്കിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ, അല്ലെങ്കിൽ കർത്തൃമേശയുടെ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ പാനപാത്രം എടുത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, പാനം ചെയ്യുവീൻ. ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ ഒരു തുള്ളി ചോര ബാക്കി വരാതെ വണ്ണം എൻ്റെ ശരീരത്തിൽ നിന്ന് ചൊരിയപ്പെടുന്ന രക്തത്തിൻ്റെ ഓർമ്മയാണ്, ഇത് സ്മരണീയമാണ്. ഈ സ്മരണ നിങ്ങൾ പുലർത്തുമ്പോഴൊക്കെ ഓർക്കണം. ഭൂമിയിൽ വെച്ച് ഇനി നമുക്കിങ്ങനെ ഒരുമിച്ചുള്ള ഒരു അപ്പവീഞ്ഞ പങ്കിടലില്ല. എന്നാൽ ഒരു പങ്കിടലുണ്ട്, അത് സ്വർഗത്തിൽ വെച്ചാണ്. എൻ്റെ രാജ്യത്തിൽ വെച്ച് പുതുതായി കുടിക്കുന്ന നാൾ വരെ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? യേശു അവസാനമായി കൊടുക്കുന്ന പാനപാത്രത്തിൽ യേശു രക്തത്തിൻ്റെ ഓർമ്മയായിരിക്കുമ്പോൾ അതിലൂടെ എസൻസ് മുന്തിരിച്ചാറാണെന്ന്. ആ മുന്തിരിച്ചാറിൻ്റെ നിഴലിവിടെ നടക്കുമ്പോൾ അവസാനം അത് സമാപിക്കുന്നത് സ്വർഗരാജ്യത്തിലെ പൊരുളിലാണെന്ന്. ഈ മുന്തിരിത്തോട്ടത്തിലെ ഓരോ വ്യക്തികളും സുഗന്ധം പരത്തേണ്ടതല്ലേ? ഇത്ര ശ്രേഷ്ഠവും മാന്യവും മഹത്വമുള്ളതുമായ
ഈ നന്മയിൽ, ഈ അനുഗ്രഹത്തിൽ, ഈ ഐശ്വര്യത്തിൽ, ഈ അഭിവൃദ്ധിയിൽ, ഈ ഉയർച്ചയിൽ എന്തിന് നാം നഷ്ടപ്പെടുത്തണം? നശ്വരമായ ജീവിതകാലത്തിന് വേണ്ടി ആരെ പേടിച്ച്, എന്ത് പേടിച്ച്? ഇതെന്താ ഇത്ര അറപ്പായിട്ടുള്ള കാര്യമാണോ? അയോഗ്യമായിട്ടുള്ള കാര്യമാണോ? ഇത്ര തിന്മയായിട്ടുള്ള കാര്യമാണോ? അപമാനിക്കപ്പെടേണ്ട കാര്യമാണോ? യേശു അത് ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും കണ്ടു നിന്നവരും 2000-ൽ പരം വർഷം ഈ ലോകത്ത് ഇത് വിളംബരം ചെയ്യുന്നവരും ചെയ്തു കാണിക്കുന്നവരും അനുഭവിക്കുന്നവരുമായവർ ഭോഷന്മാരാണോ? വെറും പൊട്ടന്മാരാണോ? മടയന്മാരാണോ? വിഡ്ഢികളാണോ? എന്തുകൊണ്ട് നിങ്ങൾക്കിത് പറ്റില്ല? നിങ്ങൾക്കിത് എന്തുകൊണ്ട് വേണ്ട? കഷ്ടം, കഷ്ടം, കഷ്ടം തന്നെ. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായ മുന്തിരിച്ചാറ് കർത്തൃമേശ സമയത്ത് പാനപാത്രത്തിലെടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഭയഭക്തിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ അത് പാനം ചെയ്യേണ്ടതിന് വേണ്ടി ആ മുന്തിരി വള്ളി പിഴിഞ്ഞെടുത്ത ചാറിൻ്റെ സമാനമാണിത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന വ്യക്തി ചൊരിയപ്പെടാൻ പോകുന്ന, അവസാനത്തോട് രക്തം വരെയും ചൊരിയപ്പെടാൻ പോകുന്ന ആ പാവന രക്തത്തിൻ്റെ പരിശുദ്ധമായ ഓർമ്മയാണിത്. ആ ഓർമ്മ കൊണ്ടാടുമ്പോൾ അറിയണം, ഓർക്കണം, യേശു ഉൾപ്പെടെയുള്ള ദൂതന്മാരുടെ സംഘത്തിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾ ഈ പാനപാത്രം അവങ്കിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും, അവങ്കിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഇതാ ദൈവത്തിൻ്റെ തോട്ടത്തിൻ്റെ ഗുണം. ഏദൻ തോട്ടം ആദാം നഷ്ടപ്പെടുത്തി. ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടം അവരും നഷ്ടപ്പെടുത്തി. യേശുക്രിസ്തുവിൽ കൂടെ പുതിയൊരു തോട്ടം സ്ഥാപിച്ചു. ആ തോട്ടമാണ് ഈ മുന്തിരിത്തോട്ടം. അത് നഷ്ടപ്പെടാൻ പറ്റത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടാണ് പോയെ. പാതാള ഗൗരവം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ശക്തിയില്ലല്ലോ. ആ ശക്തി ഇത് ജയിക്കത്തില്ല, ജയിക്കത്തില്ല. അതുകൊണ്ട് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയുടെ, നന്മയുടെ ഉറവയായ, പ്രൈസലോട്, വിടുതലിൻ്റെ സ്വത്തായ ഈ നന്മയെ അവഗണിച്ചിട്ട് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളുടെയും കാര്യം ചെയ്ത് പലതുമൊക്കെ വഴിപാടിട്ട് സ്വോത്ര കാഴ്ചയിട്ട് പള്ളി പണിത് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൻ്റെ പടി കയറാമെന്നല്ലേ, നന്മ ചെയ്യുന്നവൻ പോകുന്നല്ലേ പഠിച്ചിരിക്കുന്നത്. പോകത്തില്ല, 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 പോകത്തില്ല. അതല്ല നന്മ. യേശുവിനെ സ്വീകരിക്കുന്ന നന്മ. യേശു വരുവാനുള്ള നന്മയുടെ മഹാപുരുതനായിട്ട് വന്നതാണ്. ആ നന്മയാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിന് വേണ്ടി തന്നെ കൊടുക്കുക, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറാകുക, ക്രിസ്തുവിന് വേണ്ടി സറണ്ടർ ചെയ്യുക, ഡെഡിക്കേഷൻ ചെയ്യുക. അല്ലാത്തൊന്നും ദൈവം ഭാഗം നന്മയല്ല, ദൈവരാജ്യത്തിൽ പോകാൻ പറ്റിയതല്ലവേ അല്ല. ഞങ്ങൾ സംസാരിക്കുന്നത് തിരുവെഴുത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്കുള്ള സുവിശേഷത്താലുള്ള വിളിയുമാണ്. നിങ്ങൾക്ക് ഈ ബോധ്യവും ബോധവും കർത്താവ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പുറത്ത് കളയും, അത് ഉണങ്ങിപ്പോകും, ഒടുവിൽ തീയിലിടും. തീയിലേക്കാണോ പോകുന്നത്? കർത്താവ് ഒരുക്കുന്ന ആ കർത്തൃമേശയ്ക്ക് മുമ്പിലേക്കാണോ പോകുന്നത്? പരിശോധിക്കാം, പരിശോധിക്കാം. എൻ്റെ ഈ വിഷയത്തിൻ്റെ സമാപനം അടുത്ത എപ്പിസോഡിൽ തീരും. സ്തോത്രം. മുന്തിരിത്തോട്ടത്തിൻ്റേത് ഇന്ന് തീർന്നു. ബാക്കി കാര്യം അടുത്ത ആഴ്ച പറയും. ദൈവത്തിന് സ്തോത്രം. ഏതൻ തോട്ടം മുതൽ പോകുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ദൈവരാജ്യത്തിൽ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഇനി മുന്തിരി വഴി അനുഭവത്തിൽ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, അരുമനാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഈ വിഷയം പങ്കുവെക്കുവാൻ എന്നെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ, സ്തോത്രം ചെയ്യുന്ന അന്ത്യാത്താഴ രാത്രിയിൽ അങ്ങ് ആ മുന്തിരിച്ചാറാണല്ലോ എടുത്ത് ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഇത് അനുഷ്ഠിക്കാൻ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ സകല ദിക്കുകളിലും കോടാനക്കോടി ആൾക്കാർ ഈ മുന്തിരിൻ്റെ എസൻസ്, ഈ മുന്തിരിച്ചാറ് ഉപയോഗിച്ച് പാനപാത്രവും അത് കർത്താവെ ആ കർത്തൃമേശയും നിവർത്തിക്കുന്നല്ലോ. എൻ്റെ കേൾവിക്കാരായ ശ്രോതാക്കളിൽ ആർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയാതെ വരാതിരിക്കണമെന്ന് അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ അതിനു വേണ്ടി ഒരുക്കണമേ. ഇത് അനേകരോട് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ടവരെ പേരായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. അടിയങ്ങളെ ഏൽപ്പിച്ചു. അടിയങ്ങളെ കഴിയുന്ന
പരിധിക്കകത്ത് നിന്നുകൊണ്ട് അടിയങ്ങളത് അവരെ കേൾപ്പിച്ചു. ശേഷം കാര്യങ്ങൾ അങ്ങയുടെ പക്കൽ പരമേൽപ്പിക്കുന്നു. എല്ലാം നന്നായി ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കാര്യമേൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വിശുദ്ധന്മാരെ ചേർക്കാൻ രണ്ടാമതും വേഗത്തിൽ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.